നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റുമാനൂർ തവളക്കുഴി ബൈപ്പാസിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള സിപ്പ് ആൻഡ് ബൈറ്റ്സ് എന്ന് പറയുന്നൊരു കോഫി ഷോപ്പിൻ്റെ മുമ്പിലാണ്. എന്നാൽ ഇവിടെ ലൈവായിട്ടാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ കടയ്ക്ക് അകത്ത് തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു. വരുന്നവർക്ക് അന്നേരം തന്നെ അത് കണ്ട് ആവശ്യമുള്ളത് ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കാം, ചായ കുടിക്കാം ഒക്കെയുണ്ട്. ഇതൊക്കെ കൂടാതെ ഇവിടുത്തെ നമ്മളിവിടെ എത്താനുള്ള ഒരു പ്രത്യേക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ആഴ്ചയിൽ 6 ദിവസവും ഇവിടെ മധുരമൂറുന്ന പായസം കിട്ടും. അതിപ്പോൾ പായസത്തിൻ്റെ ആ ദിവസക്രമത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. തിങ്കൾ ശനി ദിവസങ്ങളിൽ ചെറുപയർ പരിപ്പ് പായസം, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അടപ്രഥമൻ, ബുധനാഴ്ച ദിവസം സൂചി ഗോതമ്പ്, വ്യാഴാഴ്ച ദിവസം അതായത് ഇന്ന് പാലട പ്രഥമൻ, ഞായറാഴ്ച ദിവസം മാത്രം അവധിയാണ്. അതായത് ആഴ്ചയിലെ 6 ദിവസവും പായസം കിട്ടുന്ന ഒരു കടയാണ് ഇത്. നമുക്ക് കടയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. കടയുടെ ഓണറുണ്ട്, ഷെൽവി ചേച്ചിയുണ്ട്. നമുക്ക് ചേച്ചിയോട് തന്നെ സംസാരിക്കാം. ഇപ്പൊ നമ്മുടെ കൂടെ കടയുടെ ഓണർമാരിൽ ഒരാളായ ഷെൽവി ചേച്ചിയുണ്ട്. നമുക്ക് ഷെൽവി ചേച്ചിയോട് ഇവിടുത്തെ പായസത്തിന്റെ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാം. ചേച്ചി, ഇത് ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ പായസങ്ങളാണ് ഉള്ളത്? നമ്മളവിടെ ബോർഡ് കണ്ടു. ഇവിടെ 6 ദിവസമാണ് പായസം, ഞായർ ഒഴികെ എല്ലാ ദിവസവും പായസം ഉണ്ടല്ലേ? തിങ്കളും ശനിയാഴ്ചയും ചെറുപയർ പായസം, പിന്നെ ചൊവ്വയും വെള്ളി അടപ്രഥമൻ, ബുധനാഴ്ച ഗോതമ്പ് പായസം, ഇന്ന് വ്യാഴാഴ്ച പാലടപ്രഥമൻ അല്ലേ? ഇത് രാവിലെ ഏത് സമയത്താണ് നമുക്ക് പായസം റെഡി ആവുന്നത്? രാവിലെ 9:30-9:45 ആകുമ്പോഴത്തേക്കും കിട്ടും. ആവശ്യക്കാരുണ്ടോ? നന്നായിട്ട് നന്നായിട്ട് ആവശ്യക്കാർ. നമ്മൾ സാധാരണ എത്ര ലിറ്റർ പായസം കരുതാറുള്ളത് ഓരോ ദിവസവും? 5-6. കാലാവസ്ഥയുടെ പോലെ ഇരിക്കും. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഏതാ? മഴയൊക്കെ ആകുമ്പോൾ കുറയോ കൂടുവോ? മഴയാകുമ്പോൾ കുറയും, ആവശ്യക്കാർ കുറയും. അന്നേരം നമ്മൾ കുറച്ച് അളവേ എടുക്കുള്ളൂ. താമസമാണല്ലോ, വണ്ടിയൊക്കെ നിർത്താൻ ബുദ്ധിമുട്ടാണ് മഴയൊക്കെ ആയി കഴിയുമ്പോൾ. അന്നേരം കുറവാണ് അല്ലേ? ഏത് പായസത്തിനാണ് നമുക്കിവിടെ ഈ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ? ഏത് ദിവസം? അടപ്രഥമനും പാലടയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അല്ലേ? എങ്ങനെ ഈ ഒരു പായസം ഇതിലേക്ക് ഇങ്ങനെ വരാനായിട്ട് കാരണം? പായസം എല്ലാവർക്കും ഡിമാൻഡ് ഉണ്ട്. ഈ ചെറുകടികൾ പോലെ തന്നെ ചൂടാറാത്ത പാത്രത്തിൽ അല്ലേ കരുതുന്നത്? അത് ശരി. ഇതിപ്പോ ഞങ്ങൾ വന്നൊരു അരമണിക്കൂറിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു 2-3 ലിറ്റർ ഉണ്ടായിരുന്നു. അതങ്ങ് തീർന്നു അല്ലേ? പതിവുകാരുണ്ടോ ഇവിടെ? ഫോൺ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ തലേ ദിവസമൊക്കെ ഓർഡർ ചെയ്താൽ അതനുസരിച്ച് കൂടുതൽ അളവെടുക്കുവോ? എടുത്തു വെക്കും അല്ലേ? അത് ശരി. അപ്പൊ പതിവുകാരും ഉണ്ട്. പിന്നെ ഗ്ലാസ്സിൽ കുടിക്കുന്നവരുണ്ട്. ലിറ്ററിന് 220 കണ്ടെയ്നറിന് 1 ലിറ്ററിന് 220, അര ലിറ്റർ 110. ഓക്കെ. അപ്പം ഒരു ഗ്ലാസ് ആണെങ്കിൽ 40 രൂപ അല്ലേ? അത് ഇവിടെ വന്ന് തന്നെ കുടിക്കാം. അത് ശരി. അപ്പൊ ഇത് ആരൊക്കെ ചേർന്ന ഈ കട നടത്തുന്നേ? ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്. ഞങ്ങൾ 1 തൊട്ട് 4 വരെ പഠിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു സൗഹൃദം, ഒരു സംരംഭമായി മാറി അല്ലേ? അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ട് സ്ത്രീകളല്ല, എന്റെ കൂടെ പഠിച്ച ആള് ഹരിയുടെ വൈഫാണോ? ഹരിയുടെ വൈഫും എന്റെ ഹസ്ബൻഡും എല്ലാം ഇതില് ഹരി ഹസ്ബൻഡും എന്റെ ഹസ്ബൻഡും ജോലിക്ക് പോകും പകല്. അവര് വെളുപ്പിനെ 2 പേരും ആണുങ്ങള് വന്ന് ഇത് ഓപ്പൺ ആക്കും. പിന്നെ നമുക്ക് സഹായത്തിന് ഇവരുണ്ട്. പിന്നെ സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ആയിട്ട് വെളുപ്പിനെ 5:30 തൊട്ട് ഇത് ഓണാണ്. അപ്പം ഭർത്താക്കന്മാരുടെ ബാല്യകാല സൗഹൃദമാണോ ഭാര്യമാരുടെ ബാല്യകാല സൗഹൃദമാണോ? ഈ ഒരു ഭാര്യ ആ ഒരു ഭർത്താവ് അല്ലേ? അത് ശരി. അങ്ങനെയുള്ള ഒരു ബാല്യകാല സൗഹൃദം ഒരു സംരംഭത്തിലേക്ക് മാറുകയായിരുന്നു. അത് ശരി. ഓക്കെ. വേറെ എന്തൊക്കെയാ നമുക്ക് ഇവിടുത്തെ പലഹാരത്തിന്റെ പ്രത്യേകത? ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് അല്ലേ? അത് ശരി. എന്തൊക്കെയാ നമുക്ക് ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത്? ഇവിടെ എല്ലാം ഇവിടെ സമോസയും പത്തിരിയും ഒഴികെ ബാക്കി എല്ലാം ഇവിടെ പഴംപൊരി, പരിപ്പുവട, ഉഴുന്നുവട, ബോണ്ട, സുഗിയൻ, എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ലൈവായിട്ട് ഉണ്ടാക്കുക. ആളുകൾക്ക് ഉണ്ടാക്കുന്നത് കണ്ട് മേടിക്കാം അല്ലേ? ഇപ്പൊ നമ്മുടെ കൂടെ ഗിരീഷ് ചേട്ടനുണ്ട്. ചേട്ടൻ ഇവിടുന്ന് സ്ഥിരം പായസം മേടിക്കാറുള്ളതാണ്. ഇപ്പോഴും ഞങ്ങളിവിടെ നിന്നപ്പോ ഒരാൾക്ക് വേണ്ടി പായസം മേടിക്കാനായിട്ട് വന്നതാ. ചേട്ടൻ എവിടെയാ ഓട്ടോ ഓടിക്കുന്നത്? പേരുക്കവല. ശരി. അപ്പൊ ഇത് എത്ര ലിറ്റർ ഉണ്ട് ചേട്ടാ? 1 ലിറ്റർ. ഇത് ആർക്ക് വേണ്ടിയാ? ചേട്ടന് വേണ്ടിയാണോ അതോ അടുത്തുള്ളവരോ? അവര് പറഞ്ഞിട്ടാ അല്ലേ? ശരി. ചേട്ടൻ ഇവിടെ പേയ്മെന്റ് നടത്തുന്ന കണ്ടായിരുന്നു. സാധാരണ ഇവിടുന്ന് ചേട്ടൻ മേടിക്കാറുണ്ടോ? പൈസ മേടിക്കാറുണ്ടോ? മേടിക്കാറുണ്ട്. എന്നൊക്കെ പൈസ ഇവിടുന്ന് മേടിക്കാറില്ലേ? ഗോതമ്പ് പായസം മേടിക്കാം. അത് വീട്ടിലോട്ടും പിള്ളേർക്കൊക്കെ ഇഷ്ടമാണോ? ആണ്.
ഇതിപ്പോൾ അവർ പറഞ്ഞിട്ട് പാലട മേടിച്ചോണ്ട് പോവാ. ഇന്ന് പാലടയാണോ അല്ലേ? ആണ്. അതുകൊണ്ട് അവർ ഓർഡർ ചെയ്തിട്ട് മേടിച്ചതാ. അത് ശരി. അപ്പം ഇടയ്ക്കൊക്കെ മേടിക്കാറുള്ളതാണ്. എങ്ങനെയുണ്ട് രുചിയും കാര്യങ്ങളും ഒക്കെ പായസത്തിന്റെ? ഇഷ്ടമാണ്. ആണ്. അത് ശരി. ഇപ്പൊ എന്തായാലും മഴയൊക്കെ ഉള്ളപ്പോൾ ചൂട് പായസം കുടിക്കുന്ന ഒരു സുഖമാണ് അല്ലേ? വെളുപ്പിന് 5:30 മുതൽ കടയുണ്ട്. എല്ലാ ചെറുകടികളും അപ്പോളെ ഉഴുന്നൊക്കെ അരച്ച് ആയി വരും. പിന്നെ 7 മണി തൊട്ട് പാഴ്സൽ ഫുഡ് ഉണ്ട്. എന്തൊക്കെയുള്ളത്? അത് അപ്പം, കറി, ഇഡലി, സാമ്പാർ. അതൊക്കെ എപ്പോഴത്തേനും തീരും? 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം കഴിയും അല്ലേ? വേറെ കടയുണ്ടോ? വേറെ ഒരു കടയുണ്ട്. ഇപ്പൊ ഈ ഒരു 3 മാസമേ ആയുള്ളൂ. അവിടെ പായസം ഉണ്ടോ? അവിടെ പായസം ഇല്ല. അവിടെ കൂൾ ബാർ, ഷേക്ക്, കൂൾ ഐറ്റംസ്. അപ്പൊ ഹരിയുടെ വൈഫ് ഇപ്പൊ അവിടെയാണ്. ഇപ്പം നമ്മുടെ കൂടെ ബാബു എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട്. ചേട്ടന് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ പതിവായിട്ട് തൊഴാൻ വരാറുള്ള ഒരാളാണ്. തൊഴുത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ആ ബൈപ്പാസ് റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ കടയുള്ളത്, സിപ്പ് ആൻഡ് ബൈറ്റ്സ് കടയുള്ളത്. അപ്പം തൊഴുത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചേട്ടൻ ഇവിടുന്ന് പതിവ് ഒരു ചായയും കടിയും ഉള്ളതാണ്. അത് കഴിക്കാനാണ് ചേട്ടൻ ഇന്നും ഇവിടെ വന്നിരിക്കുന്നത്. നല്ല മഴയാണ്. എന്താണ് ഇവിടുത്തെ ഒരു കടിയുടെ പ്രത്യേകത? ലൈവ് ആണെന്നുള്ളതാണോ? ലൈവാണ്, ടേസ്റ്റിയാണ്. അത് ശരിയാണ്. പരിപ്പൂട കണ്ടാലേ അറിയാം. ഇപ്പം നമ്മൾ കണ്ടായിരുന്നു പരിപ്പൂട അവർ നല്ലപോലെ വറുത്ത് കോരിയെടുക്കുന്ന നേരമായിരുന്നു. ഇവിടെ തന്നെയാണ് ചൂടായിട്ട് കിട്ടും. അവിടുന്ന് കൊണ്ടുവന്ന് വെച്ച് കച്ചവടം നടത്തുന്നതാണ്. അത് ശരി. അതുപോലെ ഇവിടെ ലൈവായിട്ടാണ് ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ. പതിവായിട്ട് ഇപ്പോൾ ഇവിടെ വരാറുള്ള? ശരി. ഓക്കെ. രാവിലെ 5 മണിക്കാണ് സിപ്പ് ആൻഡ് ബൈറ്റ്സ് തുറക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ചെറുകടികൾ ലൈവായിട്ട് ഉണ്ടാക്കുന്നു. അതുകൂടാതെ പായസം എല്ലാ ദിവസവും, ആഴ്ചയിൽ 6 ദിവസവും പായസമുണ്ട്. അതേതാണ്ട് രാവിലെ 9:30 മുതൽ 11:30 വരെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ നേരത്തെ പായസത്തിൻ്റെ ക്രമങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഓരോ ദിവസവും ഓരോ പായസമാണ്. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഇവിടെ പായസമുണ്ട്. അതുകൂടാതെ മറ്റേ നമ്മുടെ പാലപ്പം, ഇടിയപ്പം അങ്ങനെയുള്ള പ്രഭാത ഭക്ഷണങ്ങളും ഉണ്ട്. അത് ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി തീരും. പാഴ്സലാണ് ഇവിടെ കൂടുതലായിട്ടും പോകുന്നത്. എന്തായാലും പായസത്തിന് ഇവിടെ വളരെ വലിയ ഡിമാൻഡാണുള്ളത്. ഏറ്റുമാനൂർ തവളക്കുഴി ബൈപ്പാസിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് സിപ്പ് ആൻഡ് ബൈറ്റ്സ് എന്ന ഈ കട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ വഴിക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഇറങ്ങി പായസം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് കുടിക്കണം, അതിൻ്റെ രുചി അറിയണം, നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.